നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആണ്. 2014 എഡിഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബോളിവുഡ് താരം സഞ്ജയ് ദത്തിനെ പാർപ്പിച്ചിരുന്ന ജയില്. ബോളിവുഡ് താരം സഞ്ജയ് ദത്തിനെ പാർപ്പിച്ചിരുന്ന ജയില് യർവാദ ജയില്. യർവാദ ജയിലിലാണ് ബോളിവുഡ് താരം സഞ്ജയ് ദത്തിനെ പാർപ്പിച്ചിരുന്നത്. സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആരുടെ വാക്കുകളാണിത്? സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. മലാല യൂസഫ്സായ്. മലാല യൂസഫ്സായിയുടെ വാക്കുകളാണ്. സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. ഈയിടെ അന്തരിച്ച ജനറൽ വോ എൻ യു എൻ ഗിയാപ്പ് ഏത് രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു? ജനറൽ വോ എൻ യു എൻ ഗിയാപ്പ് ഏത് രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു? വിയറ്റ്നാമിലെ വിപ്ലവ നേതാവായിരുന്നു ജനറൽ വോ എൻ യു എൻ ഗിയാപ്പ്. ഇദ്ദേഹം അന്തരിച്ചത് 2013 ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സേക്രഡ് കൗസ് എന്ന പുസ്തകം ആരുടേതാണ്? ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സേക്രഡ് കൗസ് എന്ന പുസ്തകം ആരുടേതാണ്? അരുൺകുമാർ. അരുൺകുമാറിന്റെ പുസ്തകമാണ് ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സേക്രഡ് കൗസ്. 2013 വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? 2013 വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത് കോശങ്ങളിലെ കാർഗോ സംവിധാനത്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്. കോശങ്ങളിലെ കാർഗോ സംവിധാനത്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് 2013 വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത്. സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഈ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഈ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? ബോയിൽ നിയമം. സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഈ നിയമം ബോയിൽ നിയമമാണ്. താഴെ പറയുന്നതിൽ ആന്റിപയററ്റിക്കുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നത് ഏത്? തന്നിരിക്കുന്നതിൽ ആന്റിപയററ്റിക്കുകൾ വിഭാഗത്തിൽ പെടുന്നവ പാരസെറ്റമോൾ, നൊവാൾജിൻ. രണ്ടും ആൻസർ ആയിട്ട് വരും. പാരസെറ്റമോളും നൊവാൾജിനും ആന്റിപയററ്റിക്കുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. എൻഡോസൾഫാന്റെ പ്രധാന ഘടകം ഏത്? എൻഡോസൾഫാന്റെ പ്രധാന ഘടകം ഓർഗാനോക്ലോറൈഡ് ആണ്. ഓർഗാനോക്ലോറൈഡ് ആണ് എൻഡോസൾഫാന്റെ പ്രധാന ഘടകം. ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏത്? ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം യൂക്കാലിപ്റ്റസ് ആണ്. യൂക്കാലിപ്റ്റസ് ആണ് ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസം. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസം സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്നാൽ ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ്. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം സർബതി സൊണോറ. സർബതി സൊണോറയാണ് MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം. താഴെ പറയുന്നവയിൽ സങ്കരവർഗം പശു ഏത്? തന്നിരിക്കുന്നവയിൽ സങ്കരവർഗം പശു സുനന്ദിനിയാണ്. സുനന്ദിനി ഒരു സങ്കരവർഗം പശുവാണ്. ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി? ബൊവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ഭ്രാന്തിപ്പശു രോഗം. ഭ്രാന്തിപ്പശു രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി. BT വഴുതനയിലെ BTയുടെ പൂർണ്ണരൂപം. BT വഴുതനയിലെ BTയുടെ പൂർണ്ണരൂപം ബേസിലസ് ട്യൂറിൻ ജിയൻസിസ്. ബേസിലസ് ട്യൂറിൻ ജിയൻസിസ്. ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ. നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ VVS ലക്ഷ്മൺ ആണ്. നിലവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ VVS ലക്ഷ്മൺ. UN ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന ഏത്? UN ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന OPCW. OPCW ആണ് UN ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന. ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ചു വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകം. ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ചു വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകം ഏത്? സൈഗ്നസ്. സൈഗ്നസ് ആണ് ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ചു വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകം. അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? അറേബ്യ ടെറ എന്ന ഗർത്തം ചൊവ്വയിൽ കാണപ്പെടുന്നു. അറേബ്യ ടെറ എന്ന ഗർത്തം ചൊവ്വയിൽ കാണപ്പെടുന്നതാണ്. 2013 ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത്. 2013 ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത് മേഗൻ യങ് ആണ്.
മേഗൻ യങ് ആണ് 2013 ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത്. ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു? അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു? ശിവജിയുടെ മന്ത്രിസഭയായിരുന്നു അഷ്ടപ്രധാൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത തന്നിരിക്കുന്നതിൽ NH7 ആണ്. NH7ന്റെ ഇപ്പോഴത്തെ പേര് NH44 ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് മീററ്റിൽ നിന്നായിരുന്നു. മീററ്റിൽ നിന്നായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ഇന്ത്യൻ ഭരണഘടനയിൽ 5 റിട്ടുകളാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ RBIയുടെ ആസ്ഥാനം മുംബൈയിലാണ് RBIയുടെ ആസ്ഥാനം. എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിരുന്നത്? എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിരുന്നത്? 10. 10ാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിരുന്നത്. കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ B. സുഗതകുമാരി. B. സുഗതകുമാരിയായിരുന്നു കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ. മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന ഏത്? മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയാണ് മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരിക്കും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. കുടികിടപ്പുകാർക്ക് 10 സെന്റ് വരെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം. കുടികിടപ്പുകാർക്ക് 10 സെന്റ് വരെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം 1970. 1970 ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. തൃശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന ഈ പ്രദേശം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ഈ പ്രദേശം? കുട്ടനാട്. കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശം. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല കൊല്ലമാണ്. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല കൊല്ലമാണ്. എന്നാൽ കശുവണ്ടി ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ജില്ല കണ്ണൂരാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. റൂർക്കല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. റൂർക്കല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒറീസ. ഒറീസയിലാണ് റൂർക്കല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഹിരാക്കുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? ഹിരാക്കുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി മഹാനദി ആണ്. മഹാനദിയാണ് ഹിരാക്കുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്?
ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ളത്. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം ഏത്? ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം 1931. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം 1931 ആണ്. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിക്കപ്പെട്ടത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിക്കപ്പെട്ടത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി കരുതുന്നത് ആരെയാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി കാണുന്നത് വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ലാഹോർ. ലാഹോറിൽ നടന്ന സമ്മേളനത്തിൽ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത്. 1929 ഈ സമ്മേളനം നടന്നത്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിർമ്മിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായി യോജിക്കുന്ന വസ്തുക്കൾ തിരിച്ചറിയുക. തന്നിരിക്കുന്നതിൽ സി ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 3 ശരി. ഏതൊക്കെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടാണ് 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം വന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 86-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ്. 86-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? ഭരണഘടന 106-ാം ഭേദഗതി നിയമം. ഭരണഘടന 106-ാം ഭേദഗതി നിയമം 2023. ഭരണഘടന 106-ാം ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്.